സ്വർഗവും ഭൂമിയും തമ്മിൽ സംഗമിക്കുന്ന വേദിയാണ് പരിശുദ്ധ കുർബാന. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന മാലാഖമാരുടെ കീർത്തനവും പരിശുദ്ധ കീർത്തനങ്ങളോടുകൂടിയ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഈ അനുഭവത്തിൽ നമ്മെ വളർത്തുന്നു എന്ന് നാം കണ്ടു. ഇതുപോലെ തന്നെ ശ്ലീവാചുംബനത്തിന് ആമുഖമായ പ്രാർത്ഥനയും മദ്ബഹ ഗീതവും നമ്മുടെ മനസ്സിനെ ക്ഷണിക്കുന്നത് തുറന്ന സ്വർഗത്തിലേക്കും മഹത്വപൂർണമായ ദൈവസിംഹാസനത്തിലേക്കും ദൈവത്തിൻ്റെയും ദിവ്യരക്ഷകൻ്റെയും പക്കലേക്കുമാണ്. അവിടെ തന്നെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് നാം സകലത്തിൻ്റെയും നാഥ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത്, അഥവാ സർവാധിപനാം കർത്താവേ എന്ന മിശിഹ കീർത്തനം ആലപിക്കുന്നത്. സ്വർഗഭൂമികൾ തമ്മിൽ വേർതിരിക്കുന്ന വിരി ആരാധനയിൽ അപ്രത്യക്ഷമാകുന്നു. സ്വർഗവാസികളും ഭൂവാസികളും ദൈവാരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ധൂപാർച്ചനയോടെയാണ് ഈ ശുശ്രൂഷ മുന്നേറുന്നത്. പരിമള ധൂപം അർപ്പിക്കുന്നത് പ്രതീകാത്മക പ്രവൃത്തിയാണിവിടെ. സ്വർണ്ണനിർമ്മിതമായ കലശങ്ങൾ നിറയെ വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന 24 ശ്രേഷ്ഠന്മാരെ വെളിപാട് 5-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് കാണിച്ചു തരുന്നു. ഒരു മാലാഖയുടെ കയ്യിലുള്ള സുവർണ കലശത്തിൽ നിന്ന് ഏറെ സുഗന്ധദ്രവ്യങ്ങൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം സ്വർഗീയ ബലിപീഠത്തിലേക്കും ദൈവസന്നിധിയിലേക്കും ഉയരുന്നത് വെളിപാട് 8-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം കാണുന്നു. 141-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലേതുപോലെ ഹൃദയപൂർവമായ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും പ്രതീകമാണ് ധൂപാർച്ചന. വെളിപാട് ദർശനങ്ങളോട് ചേർത്ത് വെച്ച് ചെയ്യുമ്പോൾ ഇത് സ്വർഗീയ ആരാധനയിലുള്ള ഭാഗഭാഗിത്വമായും ഭവിക്കുന്നു. സ്വർഗത്തിലേതുപോലെ ദേവാലയത്തിലും ധൂപാർച്ചന നടത്തുന്നത് ദൈവത്തിനും സർവ്വലോകരക്ഷകനായ മിശിഹായിക്കുമാണ്. ഈ സമയം ആരാധകരുടെ ശ്രദ്ധ പതിക്കേണ്ടത് വെളിപാടിലെ ദർശനങ്ങളിൽ കാണുന്നത് പോലെ സ്വർഗത്തിൽ സിംഹാസനസ്ഥരായ ദൈവത്തിലും മിശിഹായിലുമാണെന്ന് ശ്ലീവാചുംബനത്തിൻ്റെയും സകലത്തിൻ്റെയും നാഥ എന്ന പ്രാർത്ഥനയുടെയും പശ്ചാത്തല പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന നമ്മുടെ ദൈവത്തിലും കുഞ്ഞാടിലുമാണ് രക്ഷ എന്ന് ഏറ്റുപറയുന്ന സ്വർഗത്തിലെ വിശുദ്ധരുടെ സമൂഹത്തോട് നാമും ചേരുകയാണിവിടെ.
വെളിപാട് 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മണവാട്ടിയെക്കുറിച്ച് പറയുന്നു. അവൾ നിർമ്മലയും ശോഭയേറിയതുമായ വസ്ത്രം ധരിച്ചവളാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രതീക്ഷിച്ച് കറയോ കളങ്കമോ ലേശം പോലും ഇല്ലാത്തവരായി കാത്തിരിക്കാൻ തൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ വിശുദ്ധ പത്രോസ് നമ്മോട് ആവശ്യപ്പെടുന്നു. സകലത്തിൻ്റെയും നാഥ എന്ന കീർത്തനത്തിന് ആമുഖമായ പ്രാർത്ഥനയിൽ ആരാധനാ സമൂഹത്തെ ഉപമിക്കുന്നത് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന നിർമ്മല വധുവിനോടാണ്. ഈശോയുടെ ആഗമനം പ്രതീക്ഷിച്ച് സുഹൃതാലങ്കൃതരും നിർമ്മലരുമായി കാത്തിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണിവിടെയുള്ളത്. സ്വർഗത്തിൽ നിന്ന് മഹത്വപൂർണനായി പ്രത്യക്ഷനാകുന്ന തിരുക്കുമാരനെയാണ് ആരാധനാ സമൂഹം ഇവിടെ ധ്യാനിക്കുന്നത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങേ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നു പ്രത്യക്ഷനാകുന്ന അങ്ങേ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും നിരന്തരം പുകഴ്ത്തുകയും ചെയ്യട്ടെ. എന്തെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രകാശിതമായ മദ്ബഹായുടെ വിരി തുറക്കുന്നത് സ്വർഗം തുറക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും കർത്താവും ആത്മശരീരങ്ങൾക്ക് രക്ഷ നൽകുന്നവനും ജീവദാതാവുമായ മിശിഹായെ മനസ്സാ ദർശിച്ച് സ്തുതിച്ച് ആരാധിക്കുകയാണ് നാം ഇപ്പോൾ. കർത്താവേ വന്നാലും മാറാനാഥ എന്ന് പ്രാർത്ഥിച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യാശാഭരിതമായ സ്തുതികീർത്തനങ്ങളോട് നാം ചേരുകയാണ് ഇവിടെ. സുറിയാനിയിൽ ലാഗുമാറ എന്ന് തുടങ്ങുന്ന ഈ മിശിഹാ കീർത്തനം അതിപുരാതനമാണ്. ലാഗുമാറ കൊല്ല മൗദേനം താനുലാദ് ഈശോ മിശിഹാ ശബഹീനം ആദത്തു നഹ്മാനാദ് പകരം വത്തു പാരോക്കത്താവാദ് നവശാസൻ. സങ്കീർത്തനങ്ങൾ ആലപിച്ചതിന് ശേഷം ഈ കീർത്തനം ആലപിച്ചുകൊണ്ടാണ് 3-ാം നൂറ്റാണ്ടിൽ കുർബാന ആരംഭിച്ചിരുന്നത് തന്നെ. ഇത് ആദിമ ക്രൈസ്തവരുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. ഈശോ കർത്താവാകുന്നുവെന്ന് ഇത് ഏറ്റുപറയുന്നു. മനുഷ്യന് ഉയിർപ്പും രക്ഷയും പ്രദാനം ചെയ്യുന്ന മിശിഹ ആയി ഈശോയെ ഇത് പ്രഘോഷിക്കുന്നു.
സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉത്ഥാനഗീതമെന്നും ആദാമിൻ്റെ മക്കളുടെ പ്രാർത്ഥനയെന്നും ഈ കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നു. ഉയർപ്പ് പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യമക്കളെ, ആദാമിൻ്റെ സന്തതി പരമ്പരകളെ ഈശോ തൻ്റെ മരണശേഷം പാതാളങ്ങളിൽ ഇറങ്ങി രക്ഷിച്ചുവെന്നും അപ്പോൾ അവർ ആലപിച്ച ഗാനമാണിതെന്നുമാണ് പാരമ്പര്യ കഥ. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേയ്ക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഈശോ യോഹന്നാന് നൽകിയ ദർശനം വെളിപാട് 1-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ സ്വർണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവനു പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞുപോലെയും വെൺകമ്പിളി പോലെയും ധവളം. നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അവൻ്റെ വലത്തുകൈയിൽ 7 നക്ഷത്രങ്ങൾ. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായി തലവാൾ.
വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്തുകൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിച്ചിരിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വലത്തുകൈയിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങൾ 7 സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. മഹത്വപൂർണനായ മനുഷ്യപുത്രൻ്റെ ദർശനമാണത്. ആരാധനാ സമൂഹത്തിൽ സന്നിഹിതനാകുന്ന മിശിഹായെ വെളിപ്പെടുത്തുന്ന ദർശനം കൂടിയാണിത്. ഏഴ് ദീപപീഠങ്ങളുടെ മധ്യേയാണ് മിശിഹ ഇവിടെ കാണപ്പെടുന്നത്. ഇത് ആരാധനാ സമൂഹമായ സഭയിലുള്ള സാന്നിധ്യമാണെന്ന് വെളിപാട് തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ഇവിടെ യോഹന്നാൻ മിശിഹായെക്കുറിച്ച് നൽകുന്ന ഓരോ വിശേഷണവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സർവാധിപനാം കർത്താവേ എന്ന കീർത്തനം ആലപിക്കുന്ന പക്ഷം മെച്ചമായ ആരാധനാനുഭവം നമുക്കും സ്വായത്തമാക്കാനാവും. മിശിഹ യുഗാന്ത്യത്തിൽ മാത്രമല്ല, ഓരോ പ്രാർത്ഥനാ വേളയിലും, വിശിഷ്യ ഓരോ കുർബാനയിലും സന്നിഹിതനാകുന്നുണ്ട്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ആ തിരുസാന്നിധ്യം ഏറ്റുപറയുകയും അവിടുത്തെ കർത്താവും രക്ഷകനും നമ്മുടെ ഉയർപ്പിൻ്റെ ആചാരവുമായി പ്രഘോഷിക്കുകയുമാണ് നാം ഇവിടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവ